അല്ല ഗൈസ്, ആര്യന് കുറച്ച് അഹങ്കാരം കൂടുതലുണ്ടായിരുന്നു. അതിനുള്ള നല്ലൊരു പണി ജിസേലിൻ്റെ അമ്മ വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്തൊക്കെയായിരുന്നു, ഏത് സമയം ജിസേലിൻ്റെ വാല് തൂങ്ങിയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. ജിസേലിൻ്റെ തുണി കഴുകി കൊടുക്കണോ, ഞാനും ജിസേലും തമ്മിൽ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ലവ്വോ അതെന്തായിക്കോട്ടെ, അത് നിങ്ങൾ വിചാരിക്കുന്ന സംഭവമല്ല, ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിൽ ലവ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അതേപോലെ ബാക്കിയുള്ളവരൊക്കെ ജിസയിലും ഇവനും തമ്മിൽ ലവ് എന്തോ സംഭവമുണ്ട്, ഇവൻ അത് ഞങ്ങളുടെ വിഷയമല്ല, പക്ഷേ ഇവൻ നല്ലൊരു ഗെയിമറാണ്, അത് മറന്നിട്ട് ഇവൻ ആ ജിസൈലിൻ്റെ ഷാഡോ ആയിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താണ്, വി ആർ ഇൻഡിവിജ്വൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുരോഗമനം പറഞ്ഞിട്ട് അതേപോലെ മറ്റേ അനുമോള് അന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള സീനില്ലേ, കിസ്സിങ് സീന്, പുതുപ്പടിയിൽ എന്തോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴൊക്കെ അങ്ങനെ ഉറച്ച് നിന്നുള്ള ഓന് എന്ത് പറ്റി ഗൈസ്? ഒന്നും പറ്റിയില്ല. ഞാൻ ആര്യൻ്റെ കൂടെയാണ് ഗൈസ്. ജിസേലിൻ്റെ അമ്മ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ ആദ്യം അനുമോൾ വിചാരിച്ച അനുമോളുടെ അമ്മ വിചാരിച്ചിട്ട് അനുമോൾ അപ്പം തന്നെ അവിടെ എന്നുള്ള രീതിയിൽ അവിടെ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞിട്ട്. പക്ഷെ അപ്പോൾ ബിഗ് ബോസ് എന്ത് ചെയ്തു, അവർക്ക് TRP അല്ലേ വേണ്ടേ, അവരൊരു ഡ്രാമ കളിച്ചവിടെ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആര് വന്ന്, ജിസേലിൻ്റെ അമ്മ വന്നപ്പോൾ അനുമോള് പ്രതീക്ഷ അനുമോളുടെ വീട്ടുകാർ വരുന്നുണ്ടേ പറഞ്ഞു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജിസേലിനെ വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു ജിസേലിൻ്റെ അമ്മ, സ്വാഭാവികം. അതുപോലെ അനുമോളെ കെട്ടിപ്പിടിച്ചിട്ട് അനുമോളുടെ ചെവിയിലെന്തോ പറഞ്ഞ് അങ്ങനെ സംസാരിക്കണൊക്കെ ഉണ്ടായിരുന്നു. ആര്യൻ എന്ത് ചെയ്ത്, ആര്യൻ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിനെക്കുറിച്ച് പലരും വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ആര്യൻ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ആര്യൻ അങ്ങനെ മാറിക്കണ്ട കാര്യമില്ല, തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ മാറിക്കണ്ട കാര്യമില്ല എന്ന്. ആ ഗോൾഡൻ ചേച്ചി ഇല്ലേ, ഗോൾഡൻ ചേച്ചി ബിഗ് ബോസുകാർ ചാനൽ അടിച്ച് പൂട്ടിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ ചേച്ചി എന്തൊക്കെ പറയുന്നത്, സദാചാര അമ്മായി ചമയാണ്. തെറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്ത് തെറ്റ്, അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒലക്കേമല പരിപാടി കാണിക്കണേ. അത് ഇതിൽ ആളുകൾക്ക് സംശയം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിസേലിൻ്റെ അമ്മ ജിസേലിനോട് സംസാരിച്ചു, ബാക്കിയുള്ളവരത്തൊക്കെ സംസാരിച്ചു, അനുമോളെ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയണോ, എന്തുകൊണ്ട് ആര്യൻ അവിടുന്ന് മാറി നടന്നു, അനീഷ് ഇരുന്ന സ്ഥലമില്ല, തലക്കിൽ പോയിട്ട് ഇരുന്നു, അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ എന്തോ തെറ്റ് ചെയ്ത പോലുള്ള സംഭവം ഉണ്ടാവും, എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയണത് പുറത്ത്, അതായത് ഇവൻ ആരോ പറഞ്ഞ് പേടിപ്പിച്ചറിത്ര ലൈവിൽ ഇവൻ ജിസൈലിനോട് മോശമായിട്ട് എന്തോ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലാണ് അമ്മ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഫയർ ചെയ്യും, ചീത്ത പറയും, അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ കുറ്റബോധത്തിൽ പേടിച്ചിട്ടാണ് അവ അങ്ങനെ മാറിക്കണത്. എനിക്കിങ്ങനെ ഒന്നും തോന്നുന്നില്ല ഗൈസ്. ഞാൻ എന്താ വിചാരിക്കണമല്ല, എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്, ഇന്നലത്തെ നിങ്ങൾ ഇന്നലെ എന്ത് സംഭവിച്ചു, ഇന്നലെ മറ്റേ ജിസയിലും ആര്യനും തമ്മിൽ ചെറിയൊരു വാഗ്വാദം, ഒരു ചെറിയൊരു കച്ചറ ഉണ്ടായി. അങ്ങനെ ഫ്രണ്ടുക്കളാകുമ്പോൾ കച്ചറയൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് അവർ മറ്റേ കക്കൂസിൻ്റെ ബാത്റൂമിൻ്റെ അവിടെ നിന്നിട്ട് ഇവൻ എന്തോ സംസാരിക്കാൻ വേണ്ടി വന്ന സമയം, നീ എന്തിനാ എന്നോട് സംസാരിക്കണേ, വേണ്ട നീ അവിടെ പോയിക്കോ, ലക്ഷ്മി ഉണ്ടല്ലോ കൂടെ, ലക്ഷ്മിയുടെ കൂടെ കടന്നു എന്നൊക്കെ പറഞ്ഞു. നെഗറ്റീവായിട്ട് എടുക്കരുത് പറഞ്ഞത്. ഇവള് പറയുമ്പോൾ മലയാളം അങ്ങനെ നല്ല രീതിയിൽ അറിയില്ലല്ലോ അവൾക്ക് ജിസേലിൻ്റെ. അപ്പോൾ ആ രീതിയിൽ പറയുന്നത് സംഭവം എന്താ വെച്ചാൽ, എന്തോ ഇവനും ലക്ഷ്മിയും തമ്മിൽ എന്തോ സംസാരിച്ചിരുന്നു. അപ്പോൾ ജിസേലിൽ എന്തോ സംസാരിക്കാൻ വേണ്ടി അടുത്ത് വന്നപ്പോൾ ലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മിയുടെ അടുത്ത് അവിടുന്ന് മാറിപ്പോകാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇവൻ അവിടുന്ന് മാറിയിരുന്നില്ല. അപ്പോൾ അവർക്ക് പ്രൈവസി കിട്ടിയില്ല. അങ്ങനെ എന്തോടും സംഭവം. സ്വാഭാവികമായിട്ടും പോസസീവ്നെസ് വരും. കാരണം അവിടെ വന്നിട്ട് സ്വാഭാവികമായിട്ടുള്ള ഇതിലൊരു കമ്പനി ആയിട്ടുള്ള 2 പേരാണ് ജിസേലും ആര്യനും. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ഒരാൾ കയറി വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ പ്രൈവസി കിട്ടാണ്ടിരിക്കുമ്പോൾ ഈ കുശുമ്പ് ഇതൊക്കെ വരും. അത് ജിസേൽ കാണിച്ചു. അപ്പോൾ ആര്യൻ എന്താണ് ജിസേൽ, വാട്ട് ഹാപ്പൻ ജിസേൽ എന്താ പറയുന്നത് ജിസേൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരാതി അവർ ചിലപ്പോൾ അത് സെറ്റായിട്ടുണ്ടാവില്ല അതിന് ശേഷം. അപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ടാവില്ലായിരിക്കും. അത് ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു കുശുംബാസോ എന്തോ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിസേലിൻ്റെ അമ്മ വന്നപ്പോൾ ഇവൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇനി വലിയ ഇതാവുണ്ടാവും വിചാരിച്ചിട്ടായിരിക്കും മാറിക്കണം. സ്വാഭാവികമല്ലേ, അങ്ങനെ ആലോചിച്ചോക്ക്. അല്ലാണ്ട് ഇതിനിപ്പോൾ വലിയ സംഭവമായിട്ട് എടുക്കണമെന്നൊന്നുമില്ല ഗൈസ്. ഞാൻ ആര്യൻ്റെ ഭാഗത്ത് അതിലൊക്കെ. ആര്യന് ജിസേലിനോട് സംസാരിക്കുമോ, ജിസേലിൽ ആര്യനോട് സംസാരിക്കുമോ തോന്നുന്നു. അവർക്കിപ്പോൾ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. എന്ത് തേങ്ങയില്ല. അത് പാട്ടുകാർക്ക് എന്താ പ്രശ്നം, ഒരു കുഴപ്പമില്ല അത്. പിന്നെ ജിസേലിൻ്റെ അമ്മ അവിടെ വന്നിട്ട് ആര്യനോട് സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആര്യനോട് സംസാരിക്കൂല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അത് ആര്യൻ തൊട്ടപ്പുറത്തായിരുന്നു. ചിലപ്പോൾ ആര്യനെ വിളിച്ചിട്ട് അവനോട് സംസാരിക്കുക, അല്ലെങ്കിൽ അവന് ചീത്ത പറയാനൊക്കെ സാധ്യത ഉണ്ട്. അത് അമ്മമാരല്ലേ, അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അത് അവർക്ക് ഇപ്പോൾ എന്താ പറയുക, അവർ ഫ്രണ്ട്ഷിപ്പിന് ഇതൊന്നും അങ്ങനെ എടുക്കണ്ടാവില്ലായിരിക്കും. എല്ലാവർക്കും അവനവൻ്റെ മകനോ മകളോ അവിടുത്തെ മകനോ മകളോ ആരാ അവിടെ ഉള്ളെങ്കിൽ അവർ വിന്നറാവണമെന്നല്ലേ ആളുകൾ ആഗ്രഹിക്കുക, പാരൻസ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജിസേൽ ഒറ്റയ്ക്ക് കളിക്കണം എന്നായിരിക്കും ജിസേലിൻ്റെ അമ്മയെ ആഗ്രഹിക്കേണ്ടായിരിക്കും അല്ലേ.
അല്ലാണ്ട് ഇവനുമായിട്ട് അവിടെ ഇങ്ങനെ ജീവിക്കണം എന്നാണോ വിചാരിക്കേണ്ടത്? ഇവിടെ മുമ്പ് ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അഖിൽമാരാറിൻ്റെ സീസണിൽ അഖിൽമാരാറുടെ അവൻ്റെ കൂടെ നീ എടി നിൽക്കുമ്പോൾ നിനക്ക് ഇങ്ങനെ മോശമായിട്ട് വരുന്ന സാധ്യത ഉണ്ട് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അവനെ സദാചാര അമ്മാവനെന്ന രീതിയിൽ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തി. എന്നിട്ട് മറ്റവളുടെ അപ്പൻ്റെ പേര് ഞാൻ പറഞ്ഞു, മറ്റവളുടെ അമ്മ വന്നിട്ട് സെറീനയായിട്ടേ തോന്നണം, സെറീനല്ലേ അമ്മ വന്നിട്ട് പറഞ്ഞ് അവളുടെ ഒറ്റയ്ക്ക് കളിക്കുക എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ട് എനിക്ക്. അതുപോലെ ജിസേലിൻ്റെ അമ്മ ഒരു പക്ഷേ അവളോട് ജിസേലിനോട് പറയുന്നുണ്ടാവും അവനെ ഞാൻ അടുപ്പിക്കരുത്, അവൻ്റെ കൂടെ നടക്കരുത്, ചീത്തപ്പേരാകരുത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുള്ളായിട്ട് പറയണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു ക്ലൂ കൊടുക്കണ്ടായിരിക്കും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു. ഇതേപോലെ മറ്റേ ഇവൻ്റെ ആര്യൻ്റെ അമ്മ വരുമ്പോൾ ചിലപ്പോൾ അമ്മയും അച്ഛനും വരുമ്പോൾ ഇവനോട് അങ്ങനെ പറയണ്ടായിരിക്കും. ക്വൈറ്റ് നൈച്ചർ, ഇതിനൊന്നും വലിയ സംഭവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല കേസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ ആര്യനൊപ്പം ജിസേലിനൊപ്പം അവിടെ ഫാമിലി വീക്ക് ഒന്നാമത്തായിരിക്കും ഫാമിലി വീക്ക് പറയുന്നത് കണ്ണിൻ്റെ പിടിക്കില്ല, ഉള്ള കാര്യം പറയില്ല, കുറേ ഡ്രാമയും ഇതും കുറേ ഉമ്മ കൊടുക്കില്ല, അതും ഇതും വോട്ട് കുറേ മറിയും. അങ്ങനെ ചിലർക്ക് വോട്ട് കൂടി കിട്ടും, ചിലർക്ക് വോട്ട് കുറഞ്ഞു കിട്ടും, ഒരു തേങ്ങില്ല എന്തൊക്കെ കാട്ടിക്കൂട്ടണം. ഞാനിമോളുടെ അമ്മയും അച്ഛനും വരുമ്പോൾ അതെന്താവട്ടെ, അത് നമുക്ക് വേറെ വിഷയമായിട്ട് എടുക്കാം, വേറെ കണ്ടൻറ്റായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. എന്തായാലും ഒന്നുമില്ല ഫ്രണ്ട്സ് ആകുമ്പോൾ കച്ചറയും പിച്ചറയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുള്ള സമയത്താണ് പറഞ്ഞ് സെറ്റാക്കാത്ത ആ ഒരു സെറ്റാവാൻ ടൈം കിട്ടാത്ത അല്ലെങ്കിൽ സെറ്റ് ആയിട്ടില്ലാത്ത ഒരു അവസ്ഥയിലാണ് ജിസേലിൻ്റെ അമ്മ രംഗപ്രവേശം ചെയ്തത്. അതിപ്പോൾ വേറെ കാര്യമുണ്ട്, മറ്റേ ബിന്നിയുടെ കെട്ടിയവൻ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഇവർക്ക് അങ്ങനെ ചിലപ്പോൾ സംസാരിക്കാമെന്ന് പ്രൈവസി കിട്ടാത്ത അവസ്ഥ. പോലെ നെവിൻ അവിടെ വെകളിയും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നോട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലായിരിക്കും. പിന്നെ ഇവർ തമ്മിൽ ഒരു അറിയില്ല, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പുകളിൽ ഇങ്ങനെ പൊട്ടൻ ചീറ്റിലൊക്കെ ഉണ്ടായിരിക്കും. സ്വാഭാവികമല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടില്ലേ? വേറെ ജെൻഡറിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല? ഞങ്ങളുള്ളവർക്ക് അത് പറഞ്ഞ മനസ്സിലുണ്ടായിരിക്കും തോന്നുന്നു ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ആര്യനെ ഇഷ്ടമാണോ ജിസേലിനെ ഇഷ്ടമാണോ എന്നതല്ല ഇവിടുത്തെ കാര്യം, അവരെ ഗെയിമേഴ്സായിട്ട് അവിടെ കരുതുക. അവരുടെ പാരൻസ് അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിപ്പോൾ അനീഷും ഷാനവാസായാലും അനീഷിനോട് എന്താ പറഞ്ഞത്, അനീഷിൻ്റെ അമ്മ എന്താ പറഞ്ഞു, ഒറ്റയ്ക്ക് കളിക്കാനല്ലേ അതേപോലെ ഒറ്റയ്ക്ക് കളിക്കാനാണ് എല്ലാവരും പറയുന്നുണ്ടാവും. അല്ലാണ്ട് ഇവിടെ മറ്റാളുടെ കൂടെ പിടിക്കടേ, മറ്റാളുടെ കൂടെ നിൽക്കടേ, മറ്റാളുടെ കൂടെ നിൽക്കടി അങ്ങനെയാണോ പറയുക? ഒരിക്കലും സാധ്യതയില്ല. അത്രയേ ഉള്ളൂ ഗൈസ്. ഇതിപ്പോൾ ആതിരയുടെ നൂറുടെ അവരുടെ പാരൻസ് വന്നാലും ചിലപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടാവുക, നൂറുടെ കൂടെ നടക്കണ്ട കേട്ടോ ഒറ്റയ്ക്ക് കളിക്കുന്നാവും. അതിനർത്ഥം എന്താ മറ്റാൾ തെറ്റ് ചെയ്തു എന്നാണ്? ഒരു കുഴപ്പമില്ല, അതങ്ങനെയാണ്. അവരെ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ഗൈസ് അല്ലേ?